ഈ പൊങ്കലിന് വിശാലിന്റെ ചിത്രം മദഗജരാജ തിയേറ്ററുകളിലെത്തുന്നു. 12 കൊല്ലത്തോളം പെട്ടിയിലിരുന്ന ശേഷമാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ചിത്രത്തിന്റെ ലോഞ്ചിനെത്തിയ വിശാലിനെ കണ്ട് എല്ലാവരും അമ്പരന്നു. അതീവ ദുർബലനായിരുന്നു താരം. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. വിറച്ചുനിന്ന വിശാലിനെ കസേരയിൽ പിടിച്ചിരുത്തിയത് നടൻ കൂടിയായ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ വിജയ് ആന്റണിയാണ്. വിശാലിന് എന്ത് പറ്റിയെന്ന ചോദ്യം ഉയർന്നു. സോഷ്യൽ മീഡിയയിൽ പല അഭ്യൂഹങ്ങളും പരന്നു. തുടർന്ന് വിശാലിന്റെ മാനേജർ വിശദീകരണക്കുറിപ്പിറക്കി. കടുത്ത വൈറൽ പനിയെ തുടർന്ന് വിശാൽ കുറച്ചു ദിവസമായി ബെഡ് റെസ്റ്റിലാണ്. അവിടെ നിന്നും അദ്ദേഹത്തിന്റെ നിർബന്ധത്തിനാണ് പരിപാടിക്കെത്തിയത്. വിശാലിന് ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ച കുറിപ്പും മാനേജർ മാധ്യമങ്ങളോട് പങ്കുവച്ചു. വിശാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത മാനേജർ നിഷേധിച്ചു. വിശാൽ വീട്ടിൽ തന്നെയാണെന്നും അധികം വൈകാതെ ഭേദപ്പെട്ട് സിനിമയിലേക്ക് മടങ്ങുമെന്നും മാനേജർ വ്യക്തമാക്കി. പലരും വിശാലിന് അതിവേഗം സുഖമാകട്ടെ എന്ന് ആശംസകളും മറ്റും നേർന്നു. എന്നാൽ വിശാലിനെ ഈ നിലയിൽ കണ്ടതിൽ സന്തോഷമുണ്ടെന്നാണ് ഗായിക സുചിത്ര പ്രതികരിച്ചത്. ഭർത്താവില്ലാത്ത സമയത്ത് വിശാൽ തന്റെ വാതിലിൽ മുട്ടിയ വ്യക്തിയാണെന്നും സുചിത്ര സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് സുചിത്ര വീഡിയോയിൽ പറയുന്നത്. അന്നത്തെ ഭർത്താവ് കാർത്തിക് കുമാർ വീട്ടിലില്ലാത്ത സമയത്ത് വിശാൽ മദ്യലഹരിയിൽ വൈൻ കുപ്പിയുമായി തന്റെ വാതിലിൽ മുട്ടിയെന്നാണ് സുചിത്ര പറയുന്നത്. സുചിത്രയുടെ വാക്കുകൾ ഇങ്ങനെ: നിങ്ങൾക്കെല്ലാവർക്കും വിശാലിനോട് സഹതാപം തോന്നുമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് ഞാൻ നിങ്ങളോട് പറയാം. അന്നത്തെ എന്റെ ഭർത്താവ് കാർത്തിക് വീട്ടിലില്ലാതിരുന്നപ്പോൾ ഒരു ദിവസം വാതിലിൽ മുട്ടുകേട്ടു. ഞാൻ തുറന്നപ്പോൾ കാർത്തിക് കുമാർ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ച് വിശാൽ ഒരു കുപ്പി വൈനുമായി അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ അകത്ത് വരുമെന്ന് അയാൾ പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. കാർത്തിക് വീട്ടിലില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വാതിലടച്ച് സംഭാഷണം അവസാനിപ്പിച്ചു. അയാളെ ഇതുപോലെ കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, സുചിത്ര പറയുന്നു. 1989 ഒരു തെലുങ്ക് ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് വിശാൽ കരിയർ ആരംഭിച്ചത്. 2004 ഗാന്ധി കൃഷ്ണ സംവിധാനം ചെയ്ത ചെല്ലമ്മ എന്ന ചിത്രത്തിലൂടെ നായകനായി ഇദ്ദേഹം അരങ്ങേറി. അതിനുശേഷം സണ്ടക്കോഴി, തിമിര്, ശിലപ്പതികാരം, മലൈക്കോട്ടെ, സത്യം തുടങ്ങിയ തുടർച്ചയായ വിജയങ്ങൾ വിശാൽ നേടി. ആക്ഷൻ റോളുകളിലൂടെയാണ് വിശാൽ താരസിംഹാസനം സ്വന്തമാക്കിയത്. സംവിധായകൻ ബാല സംവിധാനം ചെയ്ത അവൻ ഇവൻ എന്ന ചിത്രത്തിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വിശാൽ തമിഴ് നടികർ സംഘത്തിന്റെ പ്രസിഡന്റായും നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവായും പ്രവർത്തിച്ചിരുന്നു.